ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ, ഞാൻ കുറച്ച് മുട്ടകളെ ഇൻക്യുബേറ്ററിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ട് നാടൻ കോഴികളെ മാത്രമാണ് കേട്ടോ ഇൻക്യുബേറ്ററിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് വിരിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് കാരണം കൊണ്ട്, കുറച്ച് ചൂടിൻ്റെ കാരണം കൊണ്ട് കുറച്ച് മുട്ടകളെല്ലാം ഇതായി പോയിരുന്നു. ബാക്കിയുള്ള കോഴിമുട്ട വിരിയാണ് കേട്ടോ. കണ്ടല്ലേ, അതിൽ വിരിഞ്ഞ ഒരു കോഴിക്കുഞ്ഞാണിത്. ഇത് നേക്കഡ് നെക്കാണ്. അപ്പോൾ ഇവർ അത് തുറന്നിങ്ങനെ തനിയെ വരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മളിത് അവിടെ നിന്ന് കളക്ട് ചെയ്ത മുട്ടകളാണ്. അപ്പോൾ ഇതിൻ്റെ തോടിന് ഭയങ്കര കട്ടി കൂടുതൽ. നമ്മളിതുപോലെ കാൽസ്യത്തിൻ്റെ മരുന്നുകൾ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കൊടുക്കേണ്ട കുറച്ച് അളവുകളുണ്ട്. അത് കൂടിപ്പോയാൽ ഇതുപോലെ അതിൻ്റെ മുട്ടത്തോടുകൾ കുറച്ച് കട്ടി കൂടും. അപ്പോൾ നമ്മൾ വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് വെക്കുക കേട്ടോ. അതുപോലെയുള്ള മുട്ടകൾ വിരിയണ സമയമാകുമ്പോൾ അവരതിൻ്റെ കൊക്ക് പുറത്തിട്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മളത് കറക്റ്റായിട്ട് ആ വിരിയണ സമയം ആവുമ്പോൾ അത് ജസ്റ്റ് ലൈറ്റ് അടിച്ചൊന്ന് നോക്കുക. അതിനകത്ത് കൊക്ക് പുറത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് പൊട്ടിച്ച് അതിൻ്റെ തോടൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതുപോലെ അത് റിമൂവ് ചെയ്ത് കൊടുത്തിട്ട് അപ്പം തന്നെ പുറത്തെടുക്കരുത്. കുറച്ച് നേരം അതിനെ ഇൻക്യുബേറ്ററിൽ വെച്ച ശേഷം പിന്നീട് ഒരു രാവിലെ പൊട്ടിക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ഹെൽത്തി ഇരിക്കുകയും ചെയ്യും. നമുക്കത് ചത്തു പോകാതെ കയ്യിൽ കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ പൊട്ടിച്ച ഉടനെ തുറക്കുകയാണെങ്കിൽ അത് വേഗം ചത്തു പോകാനുള്ള ചാൻസ് കൂടുതൽ കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചത് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ വിരിഞ്ഞ് 2-3 കുഞ്ഞുങ്ങൾ അതിനകത്തുണ്ട്, ഇൻക്യുബേറ്ററിനകത്തുണ്ട്. ഞാൻ ഇവരെല്ലാവരും കൂടി കറക്റ്റായിട്ട് ഒന്ന് എണീറ്റ് നിൽക്കുമ്പോൾ വേറെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനെ പുറത്തെടുത്തിട്ട് നമ്മളത് ഇൻക്യുബേറ്ററിൽ കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്യുക. ഉണ്ടല്ലേ, ഇതുപോലെ അതിൻ്റെ പുറക് വശത്തുനിന്ന് അത് വിട്ട് തനിയെ പോരണം. നമ്മൾ വലിച്ചെടുക്കരുത്. അത് തനിയെ ഇങ്ങനെ വിട്ട് പോരണം കേട്ടോ. നമ്മളത് വലിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അതിന് കൂടുതലായിട്ട് ബ്ലഡ് പോവുകയും അത് ചത്തു പോകാനുള്ള ചാൻസ് കൂടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.